ഒരു ശത്രുവിനെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല വഴി അയാളെ നമ്മുടെ സുഹൃത്താക്കി മാറ്റുക എന്നതാണ്. ഈ ചിന്തയുടെ ആഴത്തിലുള്ള അർത്ഥം ശത്രുവിനെ തോൽപ്പിക്കുക എന്നതല്ല, ശത്രുതയെ തന്നെ ഇല്ലാതാക്കുക എന്നതാണ്. ഒരു ശത്രുവിനെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല വഴി അയാളെ നമ്മുടെ സുഹൃത്താക്കി മാറ്റുക എന്നതാണ്. ശത്രുവിനോട് ശത്രുതയോടെ പ്രതികരിച്ചാൽ രണ്ട് മനസ്സുകളിലും വൈരാഗ്യം വളരും. പക്ഷേ സ്നേഹത്തോടെ, ക്ഷമയോടെ, വിവേകത്തോടെ പെരുമാറുമ്പോൾ ആ ബന്ധത്തിന്റെ സ്വഭാവം തന്നെ മാറും. ഭഗവത്ഗീതയുടെ ഭാഷയിൽ അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച, എല്ലാ ജീവികളോടും ദ്വേഷമില്ലാതെ സൗഹൃദത്തോടും കരുണയോടും കൂടിയവനാണ് ഉത്തമൻ. ജീവിതത്തിലേക്ക് എടുക്കേണ്ട പാഠം എന്താണെന്ന് വെച്ചാൽ, ശത്രുവിനെ നശിപ്പിക്കുന്നതിനേക്കാൾ മഹത്തായത് ശത്രുതയെ നശിപ്പിക്കുകയാണ്. കാരണം ഒരാളെ തോൽപ്പിച്ചാൽ ഒരു ശത്രു കുറയും, ഒരാളെ സുഹൃത്താക്കിയാൽ ഒരു മനുഷ്യൻ കൂടി നമുക്ക് കൂട്ടു ലഭിക്കും. ശത്രുവിനെ സുഹൃത്താക്കിയ രാജാവ്. ഒരിക്കൽ ഒരു രാജ്യത്ത് വളരെ ശക്തനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കടുത്ത ശത്രു ഉണ്ടായിരുന്നു. ആ ശത്രു പലതവണ രാജാവിനെതിരെ യുദ്ധം ചെയ്തു. ഒരു ദിവസം ആ ശത്രു പിടിക്കപ്പെട്ടു. എല്ലാവരും രാജാവിനോട് പറഞ്ഞു, ഇയാളെ ശിക്ഷിക്കണം, ഇയാള് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ്. രാജാവ് കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ ചോദിച്ചു, ഇയാളെ കൊന്നാൽ നമുക്ക് എന്ത് ലഭിക്കും? ഒരു ശത്രു കുറയും, മന്ത്രിമാര് പറഞ്ഞു. രാജാവ് വീണ്ടും ചോദിച്ചു, ഇയാളെ സുഹൃത്താക്കിയാലോ? മന്ത്രിമാര് ഒന്നും മിണ്ടിയില്ല, നിശബ്ദരായിട്ടിരുന്നു. രാജാവ് ആ മനുഷ്യനെ മോചിപ്പിച്ചു. മാത്രല്ല അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള യുദ്ധം, ശത്രുത ഇവിടെ അവസാനിക്കട്ടെ. താങ്കൾക്ക് എന്റെ രാജ്യത്തോട് വൈരമുണ്ടെങ്കിൽ അതിന്റെ കാരണം ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ആ വാക്കുകൾ ആ ശത്രുവിന്റെ മനസ്സിനെ മാറ്റി. വർഷങ്ങളായി താൻ വഹിച്ചിരുന്ന പകയും വേദനയും അദ്ദേഹം രാജാവിനോട് തുറന്നു പറഞ്ഞു. രാജാവ് അദ്ദേഹത്തെ ശത്രുവായി കാണാതെ ഒരു വേദനിച്ച മനുഷ്യനായിട്ട് കണ്ടു. കാലം കടന്നുപോയി. ഒരിക്കൽ രാജ്യം വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു. അപ്പോ രാജാവിന്റെ ഏറ്റവും വലിയ സഹായിയായി നിന്നത് വേറെ ആരും ആയിരുന്നില്ല, ആദ്യത്തെ ആ ശത്രു തന്നെയായിരുന്നു. രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അന്നൊരു ശത്രുവിനെ ജയിച്ചില്ല, ഞാനൊരു ഹൃദയത്തെയാണ് ജയിച്ചത്. ശത്രുവിനെ തോൽപ്പിക്കുന്നത് ശക്തിയുടെ വിജയമാണ്. ശത്രുവിനെ സുഹൃത്താക്കുന്നത് ഹൃദയത്തിന്റെ വിജയമാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്ത് നമ്മൾ ശരിയായി മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരാളായിരിക്കും. ശത്രുവിന്റെ വെറുപ്പിന് പിന്നിലെ വേദന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം.